Praise the Lord. Hallelujah. ഇന്ന് ചർച്ചിന്റെ നോർത്ത് ഇന്ത്യയിലെ സുവിശേഷത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരാനുണ്ട്. ഇതുവരെ കണ്ടവരെല്ലാം ഇന്നുവരെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നു. താങ്ക് യു. വളരെ ഇമ്പോർട്ടന്റ് ഒരു അപ്ഡേറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും, അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ, ഞങ്ങളുടെ ചർച്ച് തുടങ്ങിയ സമയത്ത് ഒരു ചെറിയ ഒരു ഷെഡിൽ നിന്നായിരുന്നു എൻ്റെ ഫാദർ ഇൻ ലോയുടെ ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ഒരു ചെറിയ ഷെഡിൽ നിന്ന് അവിടെ 10-20 ആത്മാക്കളെ കർത്താവ് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതിയൊരു സ്ഥലത്തോട്ട് റെന്റിൽ പോയിരുന്നു. അവിടെ കർത്താവ് ഒരു 70-80 ആത്മാക്കളെ തന്നു. ഇതിലൊറ്റ മലയാളി ഫാമിലി പോലും ഇല്ല. ഞങ്ങളുടെയാണ് മലയാളി ഫാമിലി. എല്ലാം ഹിന്ദി, പഞ്ചാബി, ബിഹാർ അവിടെ നിന്നുള്ള ഭാഷകളിൽ നിന്നുള്ളവരാണ് കർത്താവിനെ അറിഞ്ഞിരിക്കുന്നത്. കൂടുതലും ആദ്യമായി യേശു കർത്താവിനെ അറിയുന്നവരാണ്. ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന് വന്നവർ വളരെ കുറച്ചാണ്. ഞങ്ങളുടെ ചർച്ച് ഒരു പുതിയ സ്റ്റെപ്പ് എടുക്കുന്നു, പുതിയ ഒരു സ്ഥലത്തേക്ക്. ഇത് റെന്റിനാണ് എടുത്തിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടി വളരെ വലിയ റെന്റാണ്. ഞങ്ങളുടെ ചർച്ച് ഇരിക്കുന്നിടത്തുനിന്ന് ഒരു 20 മിനിറ്റ് ഡ്രൈവ് കുറച്ചുകൂടെ ഉണ്ട്. ഒരു 8-8.5 കിലോമീറ്റർ കുറച്ചുകൂടെ അകത്തോട്ട് മാറി, കുറച്ചുകൂടെ ഔട്ടർ ഏരിയയിലോട്ട് മാറി ഒരു പുതിയ സ്ഥലം ഞങ്ങൾ റെന്റിന് എടുത്തിരിക്കുന്നു. ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്. പ്ലോട്ട് മാത്രമാണ്. ഇവിടെ ഞങ്ങൾക്കൊരു ടിന്നിൻ്റെ ഷെഡ് ഇടണം, ഇവിടെ വാഷ്റൂംസ് ബിൽഡ് ചെയ്യണം, ഇവിടെ ഓഫീസുകൾ ബിൽഡ് ചെയ്യണം, മറ്റുള്ള ബാപ്റ്റിസം ടാങ്ക്, അതുപോലുള്ള പല പല കാര്യങ്ങളും സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നോർത്ത് ഇന്ത്യയിലെ കർത്താവിൻ്റെ സുവിശേഷം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ ഇന്ന് നിങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വളരെ വളരെ ലക്ഷങ്ങളുടെ സാമ്പത്തിക ആവശ്യമുണ്ട് ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഒരു 3 ലക്ഷത്തിനധികം മേളിൽ എക്സ്പെൻസ് വരുമെന്നാണ് ഒരു ഇനീഷ്യൽ എസ്റ്റിമേറ്റ്. ഇപ്പോൾ ഒരു 3 ലക്ഷത്തിന് മേളിൽ ടിൻ ഷെഡ്, മറ്റുള്ള കാര്യങ്ങൾ അതിലും കൂടുതൽ പോകും. ഞാൻ വിചാരിക്കുന്നു എത്രയാണെന്നുണ്ടെങ്കിൽ കർത്താവ് അത്ഭുതകരമായ രീതിയിലെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇതുവരെ നടത്തിയവൻ വിശ്വാസി യോഗ്യൻ, നമുക്കായി കരുതുന്നവൻ, നമ്മളെ അനുഗ്രഹിക്കുന്നവൻ, ഒന്നിനും ഒരു കുറവില്ലാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു, എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞു. കുറച്ച് മാസങ്ങളിൽ അഡ്വാൻസ് ഒക്കെ മുന്നോട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റി കണക്ഷൻ പോലും ഇല്ല. അത് ഞങ്ങൾക്ക് തുടങ്ങണം, ഇത് ലെവലാക്കണം, പല പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സുവിശേഷം ഫ്രീ ആണ്, പക്ഷേ സുവിശേഷം കൊടുക്കുന്നത് എക്സ്പെൻസീവ് ആണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ വിശ്വാസി സമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു, ഈ സമയത്ത് നിങ്ങൾ വിതയ്ക്കുക. 500-1000 എത്രയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ലക്ഷക്കണക്കിന് വിതയ്ക്കാൻ പറ്റുന്നവർ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഈ സമയമാണ് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ആകട്ടെ. നോർത്ത് ഇന്ത്യയിൽ ഒരു വിത്ത് പോയി കിടക്കട്ടെ, അതിൽ നിങ്ങളുടെ പേരാകട്ടെ. ആ മരം വളർന്ന് പന്തലിക്കുന്ന സമയത്ത് നിങ്ങൾക്കും അറിയാം, ഈ ഞങ്ങളുടെ മിനിസ്ട്രി ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ച് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. കർത്താവ് ഇവിടെ ഒരു 500-600 പേർക്ക് മേളിൽ ഇരിക്കാവുന്ന ഫെസിലിറ്റി ഉണ്ട്. എൻ്റെ ആത്മീയ പിതാവ് അപ്പോസ്തലൻ അങ്കുർ നരുള
അദ്ദേഹത്തിന്റെ കവറിങ്ങിലാണ് ഞാൻ. അദ്ദേഹം എന്നോട് പറഞ്ഞു, നെക്സ്റ്റ് അടുത്തെടുത്തോളൂ. നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് പറയുന്ന സമയത്ത് അടുത്തത് ദൈവം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. സോ ഇപ്പൊ 70-80 നിന്ന് ചർച്ച ഒരു 500-600 ആത്മാക്കളെ നേടാൻ പോകുന്നു. വലിയ വലിയ കാര്യങ്ങളെ നേടാൻ പോകുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ബാപ്റ്റിസം എടുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഒത്തിരി ആത്മാക്കൾ അറിയട്ടെ, ആളുകൾക്ക് വിടുതൽ ലഭിക്കട്ടെ, ആളുകൾ ദുഷ്ടാത്മാക്കളിൽ നിന്ന് വിടുതൽ വരട്ടെ, ആളുകളുടെ കുടുംബങ്ങളിൽ ശാന്തി വരട്ടെ. അതെല്ലാം ചെയ്യാനോ ഒരുമിച്ച് നമുക്ക് ചെയ്യാം. എന്നെ കർത്താവ് ആ ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഇദ്ദേഹത്തെ വിളിച്ച സമയത്ത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കർത്താവ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിൽ കൂടെ ചെയ്യാനോ. പക്ഷെ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇവിടെ ഇപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇത്തിരി ഔട്ടർ ഏരിയ ആണ്. എൻ്റെ പ്രാർത്ഥനയാണ് അടുത്ത ഒരു 2 വർഷം, ഞാൻ 2 വർഷത്തേക്ക് മാത്രമാണ് ഇത് എടുക്കുന്നത്. കാരണം ഞങ്ങൾ അവിടെ 2 വർഷം ഇരുന്നു, അവിടെ കർത്താവ് ഉയർത്തി. ഇവിടെ 2 വർഷം, അത് കഴിഞ്ഞ് കുറച്ച് 1-2 ഏക്കറുകൾ വസ്തുക്കൾ ഞങ്ങൾ കുറച്ചുകൂടെ പുറകോട്ട് പോയി മേടിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി ചെയ്യാം, പ്രാർത്ഥിക്കാം. ഒത്തിരി വലിയ വലിയ സ്വപ്നങ്ങൾ കർത്താവിന് വേണ്ടി നോക്കാം. വലിയ 60, 70, 80 വയസ്സുള്ള ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, 40 വയസ്സുള്ളവർ കേൾക്കുന്നുണ്ടായിരിക്കും, കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെയും കൊണ്ട് കുടുംബത്തിന് ചെയ്യാവുന്ന പ്രാർത്ഥനാ സഹായങ്ങൾ ചെയ്യുക. ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി വിതയ്ക്കുക. കർത്താവ് നിങ്ങളോട് പറയുന്ന ചെയ്യുക. പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തെ ഒരിക്കലും കെടുത്തരുത്. അതിനനുസരിച്ച് ചെയ്യുക. വലിയ 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 കാര്യങ്ങൾ ചെയ്യാം. ജീസസ് കിച്ചന് വേണ്ടി ഇന്ന് വരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടുകൾക്ക് നന്ദി. ഇനിയും തരാൻ പോകുന്ന സപ്പോർട്ടുകൾക്ക് നന്ദി. ഈ ഒരു വലിയ പ്രൊജക്റ്റ് ഞങ്ങളുടെ തോളിന് താങ്ങാൻ പറ്റുന്നതല്ല. എനിക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട്. ഞങ്ങളുടെ ഈ ചെറിയ ചർച്ചിന് താങ്ങാൻ പറ്റുന്നതല്ല. 10-20 രൂപയുടെ ഓഫറിങ് വരുന്ന ചർച്ചിന് താങ്ങാൻ പറ്റുന്നതല്ല. പക്ഷേ എൻ്റെ വിശ്വാസമുണ്ട്, ഇതുവരെ അത്ഭുതകരമായ രീതിയിൽ നടത്തിയ എൻ്റെ കർത്താവ് ഇനിയും നടത്തും. നമുക്ക് ഈ CNG ഇക്കോ കിട്ടിയ ടെസ്റ്റ് മണി ഞാൻ ഷെയർ ചെയ്തല്ലോ, കണ്ടു കാണുമല്ലോ. കർത്താവ് അത്ഭുതകരമായി നടത്തി, കർത്താവ് പ്രൊവിഷൻസ് തന്നുകൊണ്ടിരിക്കുന്നു. സെയിം കർത്താവ് നമ്മുടെ ദൈവം. ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം നമ്മുടെ ദൈവം. ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിലേക്ക് വേണ്ടിയിട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പ. ഇന്നു മുതൽ ഈ ബിൽഡിങ് റെന്റ് ഷിഫ്റ്റിംഗ് പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരെയും അങ്ങയുടെ അഭിഷേകം നിറഞ്ഞ കൈകൊണ്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, അടുത്ത 90 ദിവസത്തിനുള്ളിൽ കർത്താവെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന, അവർ വിതയ്ക്കുമ്പോൾ വലിയ രീതിയിൽ വിതയ്ക്കുമ്പോൾ അടുത്ത 90 ദിവസത്തിനുള്ളിൽ വലിയ രീതിയിൽ കൊയ്യാനും അവരെ അനുവദിക്കണമേ കർത്താവെ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ചില ഫാമിലി നിങ്ങൾക്ക് ഫൈനാൻസ് അല്ല പ്രശ്നം, വേറെ എന്തോ ഒരു പ്രശ്നം, ഫാമിലി റിലേറ്റഡ് പ്രശ്നം അലട്ടുന്നു. നിങ്ങൾ വിതയ്ക്കുമ്പോൾ കർത്താവിനോട് ഈ സമയത്ത് പരിശുദ്ധാത്മാവിൽ കൂടെ പറയുന്നു, അത് നിങ്ങൾ ഫൈനാൻസ് വിതയ്ക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യണമോ അത് അദ്ദേഹം ചെയ്യും. നന്ദി അപ്പ, ഞങ്ങളോട് പ്രൊഫറ്റിക്കലി സംസാരിക്കുന്നതിന് ഈ സമയത്ത്. എല്ലാവരോടും സംസാരിക്കുന്നതിനായി നന്ദി, മനസ്സുകളോട് സംസാരിക്കുന്നതിനായി നന്ദി. ഇന്ന് ഈ എപ്പിസോഡ് പോയി കഴിയുമ്പോൾ തന്നെ, ഇത് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ വിശ്വാസമാണ് അപ്പ, അതിനുവേണ്ടിയുള്ള 3 ലക്ഷത്തിലധികം രൂപ അങ്ങ് കൊണ്ടുവരുമെന്നും അങ്ങയുടെ അത്ഭുതകരം പ്രവർത്തിക്കുന്നു. നന്ദി അപ്പ, നന്ദി. ഞങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്നതിന് ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ബൈ, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഇതിനു വേണ്ടി തരാൻ, ഇതിനുവേണ്ടി വിതയ്ക്കാൻ, ഇതിനുവേണ്ടി അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ കോൾ ചെയ്യുക. അതിനുവേണ്ടിയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ബൈ, പ്രൈസ് ദി ലോർഡ്. അടുത്ത വീഡിയോ ഇത് കഴിയുമ്പോൾ ഞാൻ ടെസ്റ്റ് മണി ഷെയർ ചെയ്യും. അന്നേരം ഷെഡിന്റെ കൂടെ ഇപ്പൊ ആ ഒരു ഡ്രോൺ ഞങ്ങൾ റെന്റിന് എടുത്തുകൊണ്ട് വന്നെടുത്ത വീഡിയോ ആണത്. സോ ഇനി അടുത്ത വീഡിയോ വരുന്നത് 1 മാസത്തിനുള്ളിൽ, 1.5 മാസത്തിനുള്ളിൽ ആ ഷെഡിനകത്തുള്ള വീഡിയോ ആയിരിക്കും. കർത്താവ് ചെയ്ത അത്ഭുത കാര്യങ്ങളോടെ. കാരണം എൻ്റെ ഒരു നേച്ചറാണ്, നേരത്തെ എന്തുവാന്ന് ഞാൻ ഷെയർ ചെയ്യും, കർത്താവ് എന്ത് ചെയ്തെന്ന് ഞാൻ ഷെയർ ചെയ്തു. ഞാൻ റെക്കോർഡുകൾ വെച്ചുകൊണ്ട് പോകുന്ന ആളാണ്. ഫോട്ടോഗ്രാഫ്സ്, വീഡിയോസ് ഞങ്ങൾ എടുക്കും. കാരണം എനിക്കറിയാം, കുറച്ച് നാൾ 10, 25, 30 വർഷം കഴിയുമ്പോൾ നമ്മളൊന്ന് തുറവോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് നിന്ന് കരയാനേ പറ്റത്തുള്ളൂ. കർത്താവ് നീ നടത്തിയ അത്ഭുതമായ വഴികൾ. അപ്പം നമുക്ക് ആ മെമ്മറികൾ വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം കർത്താവ് നാളെ ഒരു സമയത്ത് ഒരു 5-10 ഏക്കറിന്റെ സ്ഥലത്ത് ഒരു ക്യാമ്പസിൽ കൊണ്ടുപോയി നമ്മളെ ഇരുത്തുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് ഈ നോർത്ത് ഇന്ത്യയിൽ ആരാധിക്കുന്ന സമയത്ത് ഞാൻ അത്രമാത്രമേ പറയത്തുള്ളൂ, കൃപ കൃപ കൃപ. അത് മാത്രമേ എന്നെ കൊണ്ട് പറയാൻ പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറയാൻ പറ്റത്തുള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ തമ്പുരാൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ബൈ, പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും സ്വാഗതം. यीशु मसीह के प्रेम और दया और अनुग्रह भरे नाम से आज के यीशु में समृद्धि के एपिसोड में मैं आप सबका स्वागत करना चाहता हूँ. എന്റെ പേര് ഹരീഷ് ഇതിരതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡൽഹിക്കടുത്തുള്ള ഫരീദാബാദിലെ യേശു കർത്താവിന്റെ സുവിശേഷ വേലകളിൽ പാസ്റ്റർമാരുടെ രൂപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. और इनका नाम हरीश है, मेरा नाम रति है. हम दोनों मिलके पासवान की सेवकाई करते हैं फरीदाबाद क्षेत्र में. ഞങ്ങളുടെ ചർച്ച് ടെമ്പിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ് ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു കർത്താവിന്റെ സുവിശേഷ വേല മുന്നോട്ട് വളരാൻ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെയും കൊണ്ട് പറ്റുന്ന പ്രാർത്ഥന, സാമ്പത്തികം, മറ്റുള്ള എല്ലാ ഏരിയകളിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സുവിശേഷം ഈ നോർത്ത് ഇന്ത്യയിൽ വളരട്ടെ.
और हमारे कलीसिया का नाम टेम्पल ऑफ द मोस्ट हाई गॉड चर्च है। आप हमारे लिए, कलीसिया के लिए, भिन्न भिन्न सेवकाइयों के लिए जरूर प्रार्थना कीजिएगा। और जो आपके द्वारा, आपके परिवार से जो भी योगदान हो सकता है, चाहे वो फाइनेंस से हो, चाहे वो प्रेयर के द्वारा हो, जो कुछ आप कर सकते हैं जरूर कीजिएगा। നമ്മള് അനുഗ്രഹങ്ങളും ശാപങ്ങള് ജനറേഷണൽ കഴ്സ് അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:30, എല്ലാ ബുധനാഴ്ചയും രാവിലെ 8:30 ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ നിങ്ങൾ ഈ എപ്പിസോഡുകൾ കണ്ടു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് നമ്പർ, ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ അതിന്റെ ലിങ്ക്, യൂട്യൂബ് ലിങ്ക് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. और जैसे कुछ एपिसोड से हम ब्लेसिंग और कर्सेस के ऊपर एक स्टडी करते जा रहे हैं, अगर आपने कोई भी एपिसोड मिस किया हो तो आप ये जो व्हाट्सएप नंबर है इस पे आप व्हाट्सएप कर सकते हैं और मैं आपको यूट्यूब का लिंक उसी व्हाट्सएप नंबर पे भेजूंगा और आप उस पे जाके आप सीख सकते हैं. ഇന്ന് നമുക്ക് 2 ശമൂവേൽ 21:1 മുതൽ 14 വരെ ഒന്ന് പഠിക്കാം. ബുക്ക് ഓഫ് 2 സാമുവൽ ചാപ്റ്റർ 21 വേഴ്സ് 1 to 14. വളരെ ശ്രദ്ധയോടെ ബൈബിളും കൊണ്ട് നിങ്ങൾ ഇരിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹപരമായിരിക്കും. और आज हम पढ़ेंगे दूसरा शमूएल 21 का 1 से लेकर 14 तक. अपने बाइबल को अपने साथ रखिएगा और हम मिल के पढ़ेंगे. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമം ഉണ്ടായി. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നടക്കുന്ന പോലെ തന്നെ 3 വർഷങ്ങൾ കണ്ടിന്യൂസ് ആയി ക്ഷാമം നടന്നു. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൗൽ ഗിബിയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബ്യോനരോട് വിളിച്ച് അവരോട് പറഞ്ഞു, ഗിബ്യോനർ ഇസ്രായേലിയരല്ല, അമോര്യരിൽ ശേഷിച്ചവരത്രേ. അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു. എങ്കിലും ശൗൽ ഇസ്രായേലർക്കും യഹൂദർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളയുവാൻ ശ്രമിച്ചു. ദാവീദ് ഗിബ്യോനരോട്, ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു. ഗിബ്യോനർ അവനോട്, ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാം എന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തൊക്കെ വണ്ണം ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വൃദ്ധനായ ശൗലിന്റെ ഗിബയിൽ യഹോവയ്ക്ക് തൂക്കിക്കളയുമെന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് ദാവൂദ് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവൂദും ശൗലിന്റെ മകനായ യോനഥനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ശൗലിന്റെ മകനായ യോനാഥന്റെ മകൻ മെഫിബോശത്തിനെ ഒഴിച്ച് അയ്യാവിന്റെ മകൾ റിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരെ, അർമോനിയെയും മെബിഷോത്തിനെയും ശൗലിന്റെ മക്കളായ, ഇതെല്ലാം പറഞ്ഞ് നമുക്ക് ഇനി 14 വരെ വരാം. ശൗലിന്റെ അവന്റെ മകൻ യോനാഥന്റെ അസ്ഥികളെ അവൻ ബെന്യാമിൻ ദേശത്തെ സേലയിൽ അവന്റെ അപ്പനായ കീഷിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. രാജാവ് കൽപ്പിച്ചതൊക്കെ അവർ ചെയ്തു. അതിന്റെ ശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥനയെ കേട്ടരുളി. നമുക്കൊന്ന് ഹിന്ദിയിൽ ഒന്ന് പഠിക്കാം. दूसरा शमूएल 21 का 1 से लेकर. दाऊद के दिनों में लगातार 3 वर्ष तक अकाल पड़ा. इसका मतलब जिस प्रकार हम एक अकाल में जा रहे हैं, उसी प्रकार वहां पे भी उस टाइम पे भी अकाल आया. तो दाऊद ने यहोवा से प्रार्थना की. यहोवा ने कहा, यह शाऊल और उसके खूनी घराने के कारण हुआ, क्योंकि उसने गिबोनियों को मरवा डाला था. तब राजा ने गिबोनियों को बुलाकर उनसे बातें की. गिबोनी लोग इज़राइल में से नहीं थे, वे बचे हुए एमोरियम में से थे और इज़राइलियों ने उनके साथ शपथ खाई थी. परंतु शाऊल को जो इज़राइलियों और यहूदियों के लिए जलन हुई थी, इससे उसने उन्हें मार डालने का यत्न किया था. तब दाऊद ने गिबोनियों से पूछा, मैं तुम्हारे लिए क्या करूं और क्या करके ऐसा प्रायश्चित करूं कि तुम यहोवा के निज भाग को आशीर्वाद दे सको? गिबोनियों ने उससे कहा, हमारे और शाऊल या उसके घराने के मध्य रुपए पैसे का कोई झगड़ा नहीं और न हमारा काम है कि किसी इज़राइली को मार डालें. उनसे कहा, जो कुछ तुम कहो वही मैं तुम्हारे लिए करूंगा. उन्होंने राजा से कहा, जिस पुरुष ने हमको नष्ट कर दिया और हमारे विरुद्ध ऐसे युक्ति की कि हमारा ऐसा सत्यानाश हो कि इज़राइल के देश में आगे को न रह सके, उसके वंश के 7 जन हमें सौंप दिए जाए और हम उन्हें यहोवा के लिए यहोवा के चुने हुए शाऊल की गिबा नामक बस्ती में फांसी देंगे. राजा ने कहा, मैं उनको सौंप दूंगा. परंतु दाऊद ने और शाऊल के पुत्र योनातान ने आपस में यहोवा की शपथ खाई थी. इस कारण राजा ने योनातान के पुत्र मबीबशोत को, जो शाऊल का पोता था, बचा रखा
और उसके बाद हम चलेंगे 14वीं आयत पर। तब शाऊल और उसके पुत्र योनातान की हड्डियां बिन्यामीन के देश के जेला में शाऊल के पिता कीश के कब्रिस्तान में गाड़ी गई और दाऊद की सब आज्ञाओं के अनुसार काम हुआ। उसके बाद परमेश्वर ने देश के लिए प्रार्थना सुन ली। एक और बार हम पढ़ेंगे, उसके बाद परमेश्वर ने देश के लिए प्रार्थना सुन ली। നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമല്ലോ. ദാവൂദ് രാജാവിന്റെ സമയത്ത് ആ ദേശത്ത് ക്ഷാമം വന്നു. ഇപ്പൊ നടന്ന പോലെ ദാവൂദ് എന്ന് കർത്താവിനോട് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ നിന്നെ മുന്നിരുന്ന കിങ് ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്തു, പക്ഷെ കമ്മിറ്റ്മെന്റ് ഓണർ ചെയ്തില്ല, എല്ലാവരെയും നശിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ചെന്ന് ആ ഗ്രൂപ്പിനോട് ചോദിച്ചു എന്ത് വരും. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് ഫൈനാൻസ്, സ്വർണം, വെള്ളി അതൊന്നും തന്ന് സെറ്റിൽമെന്റ് ചെയ്താൽ നടക്കത്തില്ല. കൊന്നവന്റെ വീട്ടിൽ നിന്ന് 7 വംശങ്ങളെ ഞങ്ങൾക്ക് വേണം, അവരെ തന്ന് ഞങ്ങൾ അവരെ കൊല്ലും, എന്നാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ ദാവൂദ് രാജാവ് പറഞ്ഞു, ശരി, ഞാൻ അവരെ തന്നേക്കാം. അപ്പൊ അങ്ങനെ ദാവൂദ് രാജാവ് അവരുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായ യോനഥന്റെ വീട്ടിൽ നിന്നുള്ളവരെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും പിടിച്ചു കൊടുത്തു. അവരെയൊക്കെ പിടിച്ചു കൊന്നു കഴിഞ്ഞിട്ട് മാത്രമാണ് ഈ ക്ഷാമം, ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറിയത്. ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം. और जैसे हमने अभी पढ़ा कि दाऊद ने उस टाइम उस देश में जहां पे दाऊद राज्य कर रहा था वहां पे अकाल पड़ा, जैसे अकाल अभी हमारे देश में भी है। और अकाल आया तो दाऊद परमेश्वर के सामने गया और पूछा, भाई अकाल क्यों है? तो परमेश्वर ने दाऊद को बताया, इस कारण क्योंकि शाऊल ने गिब्रानियों के साथ जो कमिटमेंट किया था उससे वो पीछे हट गया, उसी कारण वो श्राप आया। तो दाऊद जो था वो गिबियोनियों के पास गया और उनसे पूछा कि मैं तुम्हारे साथ कैसे सेटलमेंट कर सकता हूं। तो गिबोनियों ने बोला, भाई ये सेटलमेंट ना पैसा, ना चांदी, ना रुपए से होगा, परंतु शाऊल के पीढ़ियों में से हमें 7 लोग चाहिए जिससे हम यहोवा के हाथ में सौंप देंगे। और दाऊद ने क्या किया, योनातान के घराने को छोड़कर उनकी पीढ़ियों में से 7 लोग गिबोनियों के हाथों में दे दिया। जब देने के बाद जब सैक्रिफाइस हुआ तब परमेश्वर ने उनकी प्रार्थना सुनी। उसके बाद अब मैं बताऊंगा कि इसमें से हम क्या सीख सकते हैं। നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വംശീയ ശാപങ്ങളെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ. സോൾ ചെയ്ത അല്ലെങ്കിൽ ശൗൽ രാജാവ് ചെയ്ത തെറ്റിന് അതിന്റെ ഫലം അനുഭവിച്ച ആരാ? और इस टाइम हम सीख रहे हैं पीढ़ियों के श्राप के बारे में। मतलब जब शाऊल राजा ने, जो सॉल ने जो गलती की, उसका जो नतीजा है अब कौन भुगत रहा है? നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങള്, ഇപ്പൊ കർത്താവിനെതിരെ നിൽക്കുന്ന, വചനം പഠിക്കാതെ ചർച്ചിൽ പോകാതെ പാസ്റ്റർമാർക്കെതിരെ, കർത്താവിന്റെ ഇതിനെതിരെ നിൽക്കുന്നത്, ഇപ്പൊ 20, 25, 30, 35 വയസ്സുള്ള നിങ്ങളുടെ കൺമുന്നിൽ 70, 80-ാമത്തെ വയസ്സിൽ കരഞ്ഞോണ്ടിരുന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവ് ഇത് എന്തു പറ്റി, എന്റെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ എന്താ ഇങ്ങനെ ഒരു പ്രശ്നം? അതിന്റെ കാരണം വരാതിരിക്കാൻ വേണ്ടി, അങ്ങനെ ദിവസങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി കർത്താവിന്റെ വഴിയെ നടക്കുക. നിങ്ങളുടെ വംശങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ. और जब हम परमेश्वर के वचन के अनुसार नहीं चलते, उसको त्याग कर किसी और के पीछे चलते हैं, जब हम परमेश्वर के अभिषेक लोगों के अगेंस्ट जाके बात करते हैं, उसकी सेवा खुशी के साथ नहीं करते, तो हम जो है हमारे ऊपर नहीं परंतु पीढ़ियों के ऊपर हम श्राप को इनवाइट करते हैं। मैं इसीलिए आपको बता रहा हूं कि आप उन श्रापों से बाहर निकल सके ताकि आपकी पीढ़ियां भी उन श्रापों में ना फंसे। ഒന്നും ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ വരുന്ന ജനറേഷനും നശിച്ചു പോകുന്ന തരത്തിൽ ഒന്നും ചെയ്യരുത്. ദാവൂദ്, കിങ് സോള് പറഞ്ഞ എഗ്രിമെന്റ് ഓണർ ചെയ്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേളിൽ ഒരു ശാപം വന്നു. നിങ്ങൾ എന്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്ത് ഹത്യ, എന്ത് തെറ്റുകളാണ് ചെയ്തത്, നിങ്ങളുടെ മേളിലും കുടുംബത്തിന്റെ മേളിലും ശാപങ്ങൾ വരാതിരിക്കട്ടെ. और ऐसा कोई कार्य मत करना कि आप अपने पीढ़ियों के ऊपर भी श्राप को इनवाइट करें। जैसे शाऊल ने जो कमिटमेंट से वो पीछे हट गया और उसके पीढ़ियों पे वो श्राप आया, तो आपका एक कार्य आपके पीढ़ियों के ऊपर श्राप को इनवाइट कर सकता है और इसमें से आप भी बाहर निकल सकते हैं। സോൾ ഒരു എറർ കമ്മിറ്റ് ചെയ്തു. 7 വംശങ്ങൾ അവരൊന്നും ചെയ്തില്ല തെറ്റ്. അവരുടെ തെറ്റെന്താ? ആ വംശത്തിൽ ജനിച്ചു പോയി, അപ്പൻ ചെയ്ത്, അപ്പുപ്പൻ ചെയ്ത്, അവരുടെ പുറയിലെ തലമുറ ചെയ്ത തെറ്റുകളാണ് ആ 7 ആളുകൾ നശിച്ചു, ആ കുടുംബങ്ങൾ നശിച്ചു പോയി. ആരാ അതിന്റെ കാരണം? അത് തുടങ്ങി വെച്ച ആള്. और शाऊल की एक गलती के कारण उसकी जो पीढ़ियां थी उसको वो श्राप भुगतना पड़ा। उन पीढ़ियों ने कोई गलत कार्य नहीं किया था, परंतु शाऊल उस पीढ़ियों के पिता या दादा ने जो गलती की वो पीढ़ियों को भुगतना पड़ा। इसका मतलब अगर आपने कोई गलती की तो आपकी पीढ़ियां उसको भुगतेंगी।
ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, കർത്താവേ, നിങ്ങൾ വൈഫിന് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എന്താ അനുഗ്രഹം വരാത്തെ, നമ്മുടെ മിനിസ്ട്രിയിൽ എന്താ അനുഗ്രഹം വരാത്തെ, നമ്മൾ ചെയ്യുന്ന കുടുംബ കാര്യങ്ങൾ എന്താ അനുഗ്രഹം വരാത്ത, നമ്മുടെ കൃഷി എന്താ അനുഗ്രഹം വരാത്ത, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ എന്നും ഈ അസുഖങ്ങൾ, നിങ്ങൾ ചിലപ്പോൾ തലമുടി പിടിച്ച് വലിക്കുന്നുണ്ടായിരിക്കും, എല്ലാം ചെയ്ത് കാണും. ഞാൻ പറയാൻ പോകുന്നേ അതിന്റെ കാരണം ചിലപ്പോൾ നിങ്ങളുടെ അപ്പുപ്പന് അവരുടെ വംശങ്ങൾ ചെയ്ത പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ തുറന്ന് തലയിട്ടാലും മലമുടയിട്ടാലും ഒന്നും മാറാൻ പോകുന്നില്ല. ആ ശാപങ്ങൾക്ക് മേളില് അതിനെ ഖണ്ഡിക്കാതെ, അതിനുവേണ്ടി പരിഹാരം ചെയ്യാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, അതിന്റെ പുറകിൽ ഒരു ശാപം ആക്ടിവേറ്റ് ആയിരിക്കും ചിലപ്പം. और कई बार आप और आपकी पत्नी मिलके सोचते होंगे कि भाई हम व्यवसाय कर रहे हैं, हम जॉब कर रहे हैं, परंतु कोई भी आशीष नहीं नजर आ रहा। आप कई बार अपने बालों को पकड़ के खींचते हुए सोचते होंगे कि भाई मैं इतना मेहनत कर रहा हूं पर मेरे ऊपर ऐसे क्यों हो रहा है। इसके पीछे हो सकता है आपने कोई भी गलती ना की हो, परंतु आपके दादा, आपके पिता, आपके दादा, आपके परदादा ने ऐसी कोई गलती की हो जिसका श्राप आपकी पीढ़ियों से हो रहा हो, जिसके वजह से श्राप आपके पीढ़ियों में एक्टिवेटेड हो, और उसके लिए आपको प्रार्थना करना है, उसमें से आपको निकलना है। आप कुछ भी करें, आपने गलती ना भी की हो, आपके जो एंसेस्टर, जो पुरखाएं हैं, उन्होंने जो गलती की उसका श्राप आपके ऊपर है। സോള് ചെയ്ത തെറ്റ് ഒരു കമ്മിറ്റ്മെന്റിന് എതിരെ പോയി, ഒരു ഓത്ത് അല്ലെങ്കിൽ ഒരു വാഗ്ദത്തത്തിനെതിരെ പോയി പ്രവർത്തിച്ചു. അതാണ്. അതുകൊണ്ട് ഞാൻ ഇനി വരുന്ന അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ പറയാം, ഇങ്ങനെയുള്ള ഞാൻ ഈ എല്ലാ കഴ്സുകളെ കുറിച്ച് ഞാൻ കവർ ചെയ്തു. അടുത്ത എപ്പിസോഡിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ശാപങ്ങൾ കെട്ടൊഴിയും, എല്ലാ ശാപക്കെട്ടുകളും വിട്ടൊഴിഞ്ഞ് നിങ്ങളുടെ മേളിലെ, നിങ്ങളുടെ കുടുംബത്തിലെ മേളിൽ അനുഗ്രഹം വരും. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. अन्न നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ. और शाऊल के एक गलती के वजह से उसकी पीढ़ियों ने वो श्राप को भुगता है। अगले जो एपिसोड में मैं हर एक श्राप के अगेंस्ट प्रार्थना करूंगा, आप मिस मत कीजिएगा। हमने अब तक सारे श्रापों को कवर कर लिया है और अगले एपिसोड में हम उन श्रापों के अगेंस्ट प्रार्थना करेंगे, हम तोड़ेंगे, हर एक श्राप को हम तोड़ेंगे। तो मिस मत कीजिएगा और मिलके हम प्रार्थना करेंगे. കാണാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡുകൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് അനുഗ്രഹം നിറയട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ഫാമിലി ലൈഫ്, മിനിസ്ട്രി എല്ലാത്തിലും കർത്താവിന് അനുഗ്രഹം വരട്ടെ. और अगला एपिसोड आप मिस मत कीजिएगा क्योंकि हम प्रार्थना करेंगे और मेरा विश्वास है कि आपका परिवार, आपकी जो पीढ़ियां हैं, आपके जो जनरेशंस है वो आशीषित होंगे. आमीन. आमीन. खाना बहुत अच्छा, खाने के लिए धन्यवाद। पिछले साल से खाना दे रहे हो, खाना बहुत अच्छा है, इसलिए आपका धन्यवाद। खाने के लिए धन्यवाद।
थैंक यू। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഞാനിന്ന് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ജീസസ് കിച്ചൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ലാസ്റ്റ് ഇയറിൽ 2020 ഏപ്രിലിൽ ലോക്ക്ഡൗൺ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. 250-300 പേർക്കടുത്ത് ഇന്നും ജീസസ് കിച്ചൻ ആഹാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ, സ്ലമ്മുകളിൽ, അടുത്തുള്ള പല പല ഏരിയകളിൽ പോയി ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു? കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ബാങ്ക്വറ്റിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിയിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹം തരാൻ പറ്റാത്തവരെ വിളിക്കുക. കാരണം കർത്താവ് നമുക്ക് പബ്ലിക്കലായി റിവാർഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രോമിസ് വേഴ്സ്. കർത്താവിൻ്റെ ജീസസ് കിച്ചനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്ന് സ്ലമ്മുകളിൽ പോകുന്നു, പലയിടത്തും കൊടുക്കുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള, നോർത്ത് ഇന്ത്യ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള പല ഉദാരമതികളും യേശുവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിതയ്ക്കുന്നത്. കാരണം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ സമയത്ത് നോർത്ത് ഇന്ത്യ വളരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു. പലരും മെഡിസിൻ കിറ്റുകൾ കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പാർട്ണറായി നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വാരി വിതയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2% നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 500 രൂപയോ 5000-ഓ 5 ലക്ഷമോ എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവിൻ്റെ വചനം നോർത്ത് ഇന്ത്യ അറിയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നോർത്ത് ഇന്ത്യ അറിയട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം ആഹാരത്തിൽ കൂടെ, മറ്റ് ചാരിറ്റി വർക്കുകളിൽ കൂടെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ കർത്താവേ, ദൈവമേ, യേശുവേ, ഈ സമയത്ത് ജീസസ് കിച്ചന് വേണ്ടിയ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി വാരി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ. അപ്പാ, എൻ്റെ നാഥ, അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തു വച്ച് അവർക്ക് അങ്ങയുടെ സ്വർഗീയ ട്രഷറിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്ദി അപ്പാ, എന്നോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബൈ. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രസൻറ്റേഷനിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ബൈ. പ്രൈസ് ദി ലോർഡ്.